ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 വിദ്യാർത്ഥികൾ കുറേ നാളുകളായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ സാറിന് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൂടെ എന്നുള്ളത്. യെസ്, ഞങ്ങൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. +1 ഇംഗ്ലീഷിലെ ആദ്യ ചാപ്റ്റർ മുതൽ അങ്ങോട്ട് എല്ലാ ചാപ്റ്ററുകളും ഞങ്ങൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുകയാണ്. +1 മാത്രമല്ല, അടുത്ത വർഷം നിങ്ങൾ +2 +2 ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അതിന് പുറമെ ഗ്രാമറിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതാണ്. ഇന്ന് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. 2 ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ. ആദ്യത്തെ ഭാഗത്തിൽ ആ പാഠത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ ഭാഗങ്ങൾ എടുക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ ആ പാഠത്തിൻ്റെ അവസാന ഭാഗവും അതോടൊപ്പം തന്നെ നോട്ട്സ്, അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളുമാണ് രണ്ടാമത്തെ ഭാഗത്ത് വരിക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഇംഗ്ലീഷ് ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴും കറക്റ്റ് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും, കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യണം. കാരണം ആ കുട്ടികൾക്കൊക്കെ അത് ഉപകാരമാവും. ഒരുപാട് കുട്ടികൾക്കത് ഉപകാരമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അങ്ങനെ കൂടുതൽ ആളുകൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളും മറ്റും നൽകാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ആദ്യത്തെ ചാപ്റ്ററാണ് +1 ഇംഗ്ലീഷിലെ. ഈ ചാപ്റ്റർ യഥാർത്ഥത്തിൽ ഇതിന് മുൻപേ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു ചാപ്റ്ററാണ്. കുറച്ച് മുൻപേ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്ത ഒരു ചാപ്റ്ററാണ്. പക്ഷേ ആ സമയത്ത് വിദ്യാർത്ഥികളുടെ പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിലേക്ക് ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ വീഡിയോ എത്തിപ്പെടാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ 2 പാർട്ടായിട്ടായിരുന്നു ചെയ്തത്. ആ 2 പാർട്ടുകൾ ഒറ്റ വീഡിയോ ആയിട്ട്, അതായത് ആ കണ്ടന്റ് എടുത്ത ഭാഗം മാത്രം കട്ട് ചെയ്തത് 2 വീഡിയോകൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഈ രീതിയിൽ ക്ലാസ്സുകൾ കാണുക. അടുത്ത ചാപ്റ്റർ മുതൽ ഓരോ വീഡിയോയും അല്ലാതെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച് തുടങ്ങും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ്. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. ലയാം ഓ ഫ്ലാറ്റി ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ലയാം ഓ ഫ്ലാറ്റി. ഓക്കെ, let's read the story of a young seagull that was afraid to make its first flight and how its parents goaded into action that thereby equipped it to face the challenge of life. ഇവിടെ ഒരു സീകൾ, എന്താ സീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽക്കാക്കയാണ് അല്ലേ. കടൽക്കാക്ക നിങ്ങൾ കേട്ടിട്ടില്ലേ? കടൽക്കാക്ക. ഒരു കടൽക്കാക്കയുടെ കഥയാണ്. ഒറ്റയ്ക്ക് പറക്കാൻ ഭയന്ന, അതായത് ഒറ്റയ്ക്ക് പറക്കാൻ പേടിയുള്ള ഒരു കടൽക്കാക്ക കുറേ ദൂരം കടലിന് മുകളിലൂടെയൊക്കെ പറക്കും അല്ലേ. ഒറ്റയ്ക്ക് പറക്കാൻ പേടിയുള്ള ഒരു കടൽക്കാക്കയുടെ കഥയാണ്. എങ്ങനെയാണ് അതിൻ്റെ പാരൻസ് അതിനെ എന്താ പറയുക, ചലഞ്ചുകളെ, പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് സ്വയം പറക്കാനുള്ള ഒരു കഴിവിലേക്ക് അതിനെ എത്തിക്കുന്നതെന്നൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലയാം ഓ ഫ്ലാറ്റിയുടെ ഒരു കഥയാണ്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ. ഓക്കെ, ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. എന്താ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ? പാറക്കെട്ടുണ്ടാവും. കടലിലേക്ക് തള്ളി നിൽക്കുന്ന, കടലിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ, കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കെട്ടുകൾ, ഒരു അല്പം മുനമ്പോട് കൂടിയ ഈ പാറക്കെട്ടുകളിന് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും. ഇതവിടെ കാണാം അല്ലേ, നമുക്ക് ആ കടൽ കാക്കയും കാണാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിനെയാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അരിക് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ആ ലെഡ്ജിൻ്റെ മുകളിൽ, ആ പാറക്കെട്ടുകളുടെ ആ ഒരു പുറത്തേക്ക് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ പാറക്കെട്ടിൻ്റെ മുകളിൽ ആ യങ്, വളരെ ചെറിയ കൊച്ചായിട്ടുള്ള കടൽക്കാക്ക സീകൾ ഒറ്റയ്ക്കായിരുന്നു. അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവൻ്റെ 2 സഹോദരന്മാരും സിസ്റ്ററും മറ്റ് കടൽക്കാക്കകൾ അവരൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന് പറന്ന് പോയിട്ടുണ്ട്. ആ നിൽക്കുന്ന ലഡ്ജിൽ നിന്ന് അവർ കഴിഞ്ഞ ദിവസം തന്നെ പറന്ന് പോയിട്ടുണ്ട്. ഹി ഹാഡ് ബീൻ afraid to fly with them. അവനും പറക്കണമെന്നുണ്ട്, പക്ഷെ അവന് പറക്കാൻ പേടിയാണ്. അവൻ്റെ സഹോദരങ്ങൾ പറന്നു പോയപ്പോൾ അവനും കൂടെ പറക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവന് പറക്കാൻ പേടിയാണ്. Somehow
when he had taken a little run forward to bring off the ledge and attempt to flap his wings, he became afraid. അപ്പോൾ അവൻ പറക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. എങ്ങനെ ചെയ്തത്? when he had taken a little run, ഒന്ന് ഓടി വന്ന് ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്, ആ ലെഡ്ജിൻ്റെ അറ്റം വരെ എത്തി. നമുക്ക് അവിടെ പിക്ചറിൽ കാണാമല്ലേ, അവൻ അറ്റത്താണ് നിൽക്കുന്നത്, പറക്കാൻ വേണ്ടി അറ്റത്താണ് നിൽക്കുന്നത്. ഓടി വന്ന് പറക്കാൻ വേണ്ടി അവൻ അറ്റത്ത് വരെ എത്തി. ഫ്ലാപ്പ് ഹിസ് വിങ്സ്, അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, അവൻ അവൻ്റെ ചിറകുകൾ ഇങ്ങനെ അടിക്കാൻ നോക്കി. ഫ്ലാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ചിറകടിക്കുക, ചിറകുകൾ അടിച്ച് പറക്കാൻ നോക്കി. ഹി ബിക്കേം അഫ്രൈഡ്, പക്ഷെ അപ്പോൾ അവൻ പേടിച്ചു പോയി, അവന് പറക്കാൻ പേടി. ഈ ചാപ്റ്റർ യഥാർത്ഥത്തിൽ നമുക്ക് വലിയൊരു മെസ്സേജ് തരുന്നുണ്ട്. അതെന്താണെന്ന് പടം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എങ്ങനെ പ്രതിസന്ധികൾ നേരിടണം എന്നാണ്. പക്ഷെ അതിൻ്റെ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കും. അവന് പറക്കാനുള്ള കഴിവുണ്ട്, അവൻ്റെ ബ്രദേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവന് പറക്കാനുള്ള കഴിവ് അവനുണ്ട്, ചിറകുകൾ അവനുണ്ട്, പക്ഷെ അവന് ഭയമാണ് ഒറ്റയ്ക്ക് പറക്കാൻ. The great expanse of sea stretched down beneath, and it was such a long way down, miles down. ഒന്നാമത്തെ പ്രശ്നം, ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ, വിശാലമായ എക്സ്പാൻസ് ഓഫ് സീ എന്ന് പറഞ്ഞാൽ വിശാലമായ കടലാണ് ആ ലെഡ്ജിന് താഴെയായിട്ട് അവൻ കാണാൻ പോകുന്നത്. കടലാണ്. നമ്മൾ സാധാരണ പറക്കുകയാണെങ്കിൽ പക്ഷികൾ പറക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യണമെങ്കിൽ ഭൂമി, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരുപാട് പ്ലാന്റ്സും അല്ലെങ്കിൽ ട്രീസൊക്കെ ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി പക്ഷികൾക്ക് ലാൻഡ് ചെയ്യാം. പക്ഷേ കടലിൻ്റെ മുകളിൽ പറക്കുമ്പോൾ അങ്ങനെയാണോ? വിശാലമായിട്ട് കിടക്കുകയാണ്. പറന്നു കഴിഞ്ഞാൽ ദൂരങ്ങളോളം, മൈൽസ്, ഒരുപാട് മൈലുകൾ പറന്ന് പോകണം. അതുകൊണ്ട് തന്നെ അവനൊരു ധൈര്യം പോരാ, ആ കടൽക്കാക്കയ്ക്ക് പറക്കാൻ ധൈര്യം പോരാ. അവന് വളരെ കൊച്ചുകുട്ടിയാണ്, അവന് ധൈര്യം പോരാ. He felt certain that his wings would never support him. അവനിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, എൻ്റെ ചിറകുകൾക്ക് എന്നെ അധികം ദൂരം പറത്താൻ പറ്റില്ല, കുറച്ച് ദൂരം പോയി ചിറകുകൾ തറന്നു പോയാൽ കടലിൽ വീഴും അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് പറക്കാൻ കഴിയില്ല, എൻ്റെ ചിറകുകൾക്ക് അത്ര ശക്തിയില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഈ പറക്കൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ചിറകുകൾക്ക് ശേഷിയില്ല എന്ന് അവന് തോന്നുകയാണ്. കാരണം കടലിന് മുകളിൽ പറക്കുമ്പോൾ തളർന്നു പോയാൽ വീഴും അല്ലേ. So he bent his head and ran away back to the little hole under the ledge where he slept at night. അതുകൊണ്ട് അവൻ തല താഴ്ത്തി, ഒരു ഹോൾ, ഒരു ചെറിയ പൊത്ത്, ചെറിയൊരു ദ്വാരമുണ്ട് ആ ലെഡ്ജിൽ, അവൻ ആ പാറക്കൂടത്തിലേക്ക് ചെറിയൊരു ദ്വാരമുണ്ട്, അവിടെയാണ് അവനും അവൻ്റെ സഹോദരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉറങ്ങിയ. അവൻ അവിടേക്ക് തിരിച്ചുപോയി. കാരണം അവൻ പറക്കാൻ അവന് കഴിയുന്നില്ല. അവന് ചിറകുണ്ട്, പറക്കാനുള്ളെല്ലാം അവന് പറ്റും, പക്ഷെ പേടിയാണ് അവന് പറക്കാൻ. കാരണം താൻ പറന്നു കഴിഞ്ഞാൽ താൻ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവനുണ്ട്, താൻ തളർന്നു പോകുമോ എന്നൊരു ഭയം ഈ സീകളിനുണ്ട്. അതുകൊണ്ട് തന്നെ അവന് പറക്കാൻ കഴിയുന്നില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതിയില്ലേ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പല ആളുകളും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമുക്കൊരു പേടി, ഞാൻ ചെയ്താൽ അവിടെ എത്തില്ലേ, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ലേ എന്നുള്ള ഭയം അല്ലേ. ഉറപ്പായിട്ട് ആ ഭയമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളവരും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. എബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാം, എന്നാലും ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്താൽ അത് ശരിയാവുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് പലതും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ സീകൾ ഇത്തരത്തിലുള്ള ഒരാളാണ്. അവൻ തല താഴ്ത്തി അവൻ്റെ കൂട്ടിലേക്ക്, അവൻ ഉറങ്ങിയ ആ ദ്വാരത്തിലെ ഹോളിലേക്ക് അവൻ പോയി. അവൻ പറക്കാൻ ശ്രമിച്ചില്ല, പറന്നാൽ വീണുപോകുമെന്ന് ഭയം കാരണം. Even when each of his brothers and little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away. അവൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർ വളരെ ചെറുതാണ്. അവരുടെ ചിറകുകളൊക്കെ ചെറുതാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? റാൻ ടു ദ ബ്രിങ്ക് എന്ന അരികിലേക്ക് ഓടി ചിറകുകൾ അടിച്ച് അവർ പറന്നുപോയി. ആര്? അവൻ്റെ സഹോദരങ്ങൾ. പക്ഷെ ഈ യങ് സീകൾ അതിന് സാധിക്കുന്നുണ്ടോ? ഇല്ല. ഹി ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് courage to take that plunge which appeared to him so desperate. പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ ആ സാഹസം. അവനെ സംബന്ധിച്ചിടത്തോളം പറക്കുക എന്നുള്ള അവനൊരു സാഹസമാണ്. മനുഷ്യർ നടക്കുന്ന പോലെയാണ് പക്ഷികൾ പറക്കുക എന്ന് പറയുന്നതല്ലേ. പക്ഷേ നമ്മുടെ സീകളിനെ നമ്മുടെ കടൽക്കാക്കയെ സംബന്ധിച്ചിടത്തോളം, സീകളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹോദരങ്ങൾ പറന്നുപോയി. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ യങ് സീകളിന് പറക്കാനുള്ള ധൈര്യം മസ്റ്ററപ്പ്, സ്വരൂപിക്കാൻ അവന് കഴിഞ്ഞില്ല. പറക്കാനുള്ളൊരു ധൈര്യം സംഭരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവന് പറക്കാൻ അവന് സാധിക്കുന്നില്ല, അവനതിന് കഴിയുന്നില്ല. പ്ലങ് എന്ന് പറഞ്ഞല്ലോ, അവനൊരു സാഹസമായിട്ട് കാണുന്നത് ആ ഒരു പറക്കല്ലേ. വിച്ച് അപ്പിയർഡ് ഹിം സോ ഡെസ്പറേറ്റ്, വളരെ ഡെസ്പറേറ്റ്, അവനെ വളരെ നിരാശനാക്കി മാറ്റി. എനിക്കിതിന് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വല്ലാത്ത നിരാശാബോധം അവനിൽ വന്നു. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ്
come around calling to him shrilly, scolding him, threatening him to let starve on his ledge unless he flew away. അവൻ്റെ അച്ഛനും അമ്മയും, നമ്മുടെ കടൽക്കാക്കയുടെ അച്ഛനും അമ്മയും പറന്നു വന്നു, അവൻ്റെ ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ട് അവനെ കോളിംഗ് ടു ഹിം ഷ്രില്ലി എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ട്, പരുഷമായിട്ട്, രൂക്ഷമായിട്ട്, സ്കോൾഡിങ് ഹിം, അവനെ ദേഷ്യപ്പെട്ടുകൊണ്ട്, അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട്, വഴക്ക് പറഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു, വരൂ നീ ഞങ്ങളോടൊപ്പം പറക്കൂ. എത്ര വിളിച്ചിട്ട് നമ്മുടെ സ്ത്രീകൾ പോയോ? ഇല്ല. അവൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു, അവൻ പോയില്ല. അവൻ്റെ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് അവരൊക്കെ പറന്നുപോയി. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ സ്ത്രീകളിന് പേടിയാണ്. അച്ഛനും അമ്മയും അവനെ ഒരുപാട് വിളിച്ചു, പക്ഷെ അവൻ പോയില്ല. അവർ വഴക്ക് പറഞ്ഞു, അവരോട് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. എന്താ അവർ ഭീഷണിപ്പെടുത്തിയത്? ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹി ഫ്ലൂ അവേ. നീ ഞങ്ങളോടൊപ്പം പറന്നില്ലെങ്കിൽ നീ ഈ ലെഡ്ജിൽ, നീ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നീ പട്ടിണി കിടക്കേണ്ടി വരും. സ്റ്റാർവ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരും. ഞങ്ങളോടൊപ്പം പറന്നാലേ നിനക്ക് നിന്റെ ഭക്ഷണം കണ്ടെത്താൻ കഴിയൂ. നമ്മുടെ മാതിരി ഫാദറോ അല്ലെങ്കിൽ മദറോ പുറത്തു പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നാലേ ഇവർ കൊണ്ടു കൊടുക്കുമോ? ഇല്ല. അത് അവനവൻ്റെ ഭക്ഷണം ആര് തന്നെ കണ്ടെത്തണം, ആ പക്ഷി തന്നെ കണ്ടെത്തണം. നീ വന്നില്ലെങ്കിൽ നീ പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സീകളിന് എന്തോ അനക്കണ്ടോ? ഇല്ല. കാരണം എന്താ? ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷേ ജന്മമുണ്ടെങ്കിൽ സീകളാണെങ്കിൽ അവന് പേടിയാണ്. ബാക്കി എല്ലാവരും പറഞ്ഞു, പക്ഷെ നമ്മുടെ യങ് സീകൾ, നമ്മുടെ കടൽക്കാക്കി പേടിയാണ് അനങ്ങാൻ. ദാറ്റ് വാസ് 24 hours ago. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഇവൻ ഒറ്റയ്ക്കാണ് ഇവിടെ. 24 മണിക്കൂറിൽ മുമ്പുള്ള സംഭവങ്ങളാണ് ഇപ്പം പറയുന്നത്. ഇപ്പം 24 മണിക്കൂറായിട്ട് അവൻ ഒറ്റയ്ക്കാണ് ഇവിടെ. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അതിനുശേഷം ആരും ഇതുവരെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ദ ഡേ ബിഫോർ ഓൾ ഡേ ലോങ് ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് എബൌട്ട് ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. കഴിഞ്ഞ ദിവസം മുഴുവൻ അവൻ കണ്ടത് എന്താ? അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ ബ്രദറിനെയും സിസ്റ്ററിനെയും ഒക്കെ എങ്ങനെ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, എങ്ങനെ പറക്കണമെന്നും, ആർട്ട് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറക്കണമെന്നും എങ്ങനെ ഡൈവ് ചെയ്ത് കടലിൽ നിന്നും മത്സ്യങ്ങളെ, ഫിഷിനെ പിടിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരെ പരിശീലിപ്പിക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. ഇവനെയും പരിശീലിപ്പിക്കണമെന്നുണ്ട് അവർക്ക്, മാതാപിതാക്കൾക്ക്. പക്ഷേ ഇവൻ പറക്കണ്ടേ? ഇല്ല, ഇവന് പേടിയാ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, അവരെയൊക്കെ സ്വയം എങ്ങനെ ഭക്ഷണം കണ്ടെത്താം, എങ്ങനെയാണ് ഈ മത്സ്യങ്ങളെയൊക്കെ പിടിക്കേണ്ടത് എന്നൊക്കെ അച്ഛനും അമ്മയും പഠിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ ഇവൻ നോക്കി കാണുന്നുണ്ട്. നമ്മുടെ യങ് സ്ത്രീകൾ നോക്കി നിന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇവൻ ഇറങ്ങുമോ? ഇല്ല, പേടി. ഓക്കെ. He had in fact seen his older brother catch his first herring and devour it. അവൻ കഴിഞ്ഞ ദിവസം മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അവൻ്റെ ഓൾഡർ ബ്രദർ, അവൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ കടലിൽ നിന്ന് ഒരു ഹെറിങ്, ഒരു തരം മത്സ്യമാണ്. ഹെറിങ് എന്ന് പറഞ്ഞാൽ ഒരു തരം മത്സ്യമാണ്. ഒരു മത്സ്യത്തെ പിടിക്കുന്നതും ഡെവർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ആർത്തിയോടുകൂടി ആ മത്സ്യത്തെ ഒറ്റയ്ക്ക് തിന്നുന്നതും അവൻ കണ്ടു. അവൻ്റെ സഹോദരൻ കടലിൽ പോയി ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു മത്സ്യത്തെ പിടിക്കുന്നതും ആർത്തിയോടുകൂടി കഴിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ പക്ഷികൾ അങ്ങനെയാണല്ലോ, അതിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും? ഇര പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കും. അപ്പോൾ ഇര പിടിക്കാൻ പഠിച്ച, തൻ്റെ ഭക്ഷണം കണ്ടെത്താൻ പഠിച്ച ഇവൻ്റെ സഹോദരൻ ഒരു ഹെറിങ്, ഒരു മത്സ്യത്തെ പിടിക്കുന്നതും അവനെ കഴിക്കുന്നതൊക്കെ അവൻ കണ്ടു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഒരു മരത്തിൻ്റെ, ഒരു മരമല്ല, പാറയുടെ മുകളിൽ ഇരുന്ന് ഈ മീനിനെ കഴിക്കുന്നവൻ കാണുകയാണ്. while his parents circled around റേസിങ് എ പ്രൗഡ് കാക്കിൾ. അപ്പോൾ ഇവൻ ഒറ്റയ്ക്ക്, ഇവൻ്റെ ഈ സഹോദരൻ, നമ്മുടെ സീകളിൻ്റെ മൂത്ത സഹോദരൻ ഒറ്റയ്ക്ക് പിടിച്ച മത്സ്യത്തെ ആർത്തിയോടെ തിന്നുന്നത് കണ്ട് നമ്മുടെ സീകളുടെ അച്ഛനും അമ്മയും അതിൻ്റെ ചുറ്റും ഇങ്ങനെ പറക്കുകയാണ്. വളരെ പ്രൗഡായിട്ട് ഇങ്ങനെ ചുറ്റും പറക്കുകയാണ്. വിത്ത് എ പ്രൗഡ് കാക്കിൾ. കാക്കിൾ എന്ന് പറഞ്ഞാൽ ചിലച്ചുകൊണ്ട്, പ്രൗഡ് അവമാനത്തോടെ ചിലച്ചുകൊണ്ട് ആ അച്ഛൻ കാക്കയും അമ്മ കാക്കയും ആ കടൽ കാക്കകൾ ചുറ്റും പറക്കുകയാണ് നമ്മുടെ സീകളിൻ്റെ മൂത്ത സഹോദരന് ചുറ്റും. കാരണം അവൻ ഒറ്റയ്ക്കൊരു മീനിനെ പിടിച്ചു. അവൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഭിമാനകരമായ നിമിഷമാണല്ലേ. വളരെ പ്രൗഡാണ് അവർ. ഇതാ എൻ്റെ മൂത്ത മകൻ ഒറ്റയ്ക്ക് മത്സ്യത്തെ പിടിച്ചിരിക്കുന്നു, അവനിതാ കഴിക്കുന്നു, ചുറ്റും പറക്കുകയാണ് അല്ലേ. നമ്മളോടാണെങ്കിൽ വീട്ടിൽ നിന്ന് പറയും, ആർത്തിയോടെ തിന്നണ്ട, വെള്ളം എടുത്ത് കുടിക്കുന്നു. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ല, ഇവിടെ അവൻ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഓൾ ദി മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ദി ബിഗ് പ്ലാറ്റ്യൂ മിഡ് ഡേ ഡൗൺ ഓപ്പോസിറ്റ് ക്ലിഫ് ലാഫിംഗ് അറ്റ് ഹിസ് കവാർഡിസ്. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പീഠഭൂമി എന്നൊക്കെ പറയാറില്ല, നമ്മൾ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം. അപ്പം ഇവർ നിൽക്കുന്ന ലെഡ്ജിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു പാറക്കൂട്ടമുണ്ട്, മറ്റൊരു പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിൻ്റെ മുകളിലും മറ്റുമായിട്ട് പറന്നുകൊണ്ട് ലാഫിങ് അറ്റ് ഹിസ് കവാഡിസ്. കവാഡിസ് പറഞ്ഞാൽ ഭീരുത്വം. നമ്മുടെ യങ് സീകൾ, നമ്മുടെ നായകൻ ആരാ? യങ് സീകൾ. ഈ കുട്ടിയായിട്ടുള്ള ഈ സീകൾ, ഈ കടൽക്കാക്കയുടെ പേടിയെ പരിഹസിച്ചുകൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും
സഹോദരങ്ങളുമൊക്കെ നേരെ ഓപ്പോസിറ്റായ പാറക്കെട്ടിന് മുകളിലൂടെയും അവന് ചുറ്റുമൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇവനെ നോക്ക്, മണ്ടൻ, ഇവന് പേടിയാണ്, പറക്കാൻ പേടിയാണ്. അവനെ കളിയാക്കിക്കൊണ്ട് നടക്കുകയാണ് ആ വീട്ടിലുള്ള അവൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നായകൻ അനങ്ങുമോ? ഇല്ല. കാരണം അവന് ഭയമാണ് പറക്കാൻ. ഇനി ആരെങ്കിലും കളിയാക്കിയാലും വേണ്ടിയില്ല, ഞാൻ പറക്കൂല. Okay. The sun was now ascending the sky, blazing warmly on his ledge that faced the south. ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ എന്താ പറയുക, ഉദിച്ചുയർന്നങ്ങനെ വരികയാണ്. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ് ദ സൗത്ത്. ബ്ലേസിങ് വാംലി, വാംലി എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലേസിങ് വാംലി, നല്ല ചൂടോടുകൂടി ഇങ്ങനെ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ്. He felt the heat because he had not eaten since previous nightfall. ആ ചൂട് അവൻ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. He had not eaten since the previous nightfall. കഴിഞ്ഞ സന്ധ്യ മുതൽ ഇങ്ങോട്ട് ഇതുവരെ അവനൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അവനൊന്നും അവിടെ കഴിക്കാനില്ല. ഉണ്ടോ? ഇല്ല, അവനൊന്നും കഴിച്ചിട്ടില്ല. Then he had found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെയാണ് അവൻ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഇന്നലെ അവൻ എവിടെ നിന്ന് കണ്ടിരുന്നു? കുറേ ചുറ്റും നോക്കിയ മാക്കറൽ എന്താ? അയില. ഒരു അയിലയുടെ മുള്ള് കിടക്കുന്നത്, അയിലയുടെ വാലിൻ്റെ മുള്ള് കിടക്കുന്നത് ഈ സീകൾ കണ്ടിരുന്നു. ഇന്നലെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. Now there was not a single scrap of food left. പക്ഷേ ഇപ്പോൾ ഒരു പൊടി, ഒരു മണി ഭക്ഷണം അവിടെ എവിടെയുമില്ല. ഇവനാണ് വിശക്കുന്നു. ഇവൻ്റെ കൂടെയുള്ള അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ പറന്ന് ദൂരേക്ക് പോയി. അവരൊക്കെ അവരുടെ കാര്യവുമായി ഭക്ഷണത്തിന് പോയി. ഇവൻ പറക്കുന്നു, ഇല്ല, പട്ടിണിയാണ്, വിശന്നിട്ട് വയ്യ, പറക്കാനാണെങ്കിൽ പേടിയും. ഓക്കെ. He had stretched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. അവൻ ഓരോരോ ഇഞ്ചായിട്ട് കാലുകൾ എടുത്ത് മുന്നോട്ട് വെച്ച് പതുക്കെ പൊടി പിടിച്ച് കിടക്കുന്ന അവൻ്റെ ആ വൈക്കോൽ കൊണ്ടൊക്കെയുള്ള അവൻ്റെ ആ നെസ്റ്റ്, അവൻ്റെ ആ കൂട്ടിലേക്ക് അവൻ നടന്നെടുത്തു. He even gnawed at the dried piece of eggshell. എഗ്ഗിൻ്റെ മുട്ടകൾ, മുട്ടയുടെ ഷെല്ലുകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നൊക്കെ അവൻ അവിടെ എവിടെയായിട്ട് ഇവൻ കാണുന്നുണ്ട്. നമ്മുടെ സീകൾ കാണുന്നുണ്ട്, അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന എഗ്ഷെൽ അവൻ കാണുന്നുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവനെ തന്നെ കഴിക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. ഈ എഗ്ഷെൽ ഇതിൻ്റെയൊക്കെ തന്നെ എഗ്ഗായിരിക്കും അല്ലേ? അത് പൊട്ടിക്കിടക്കുന്നത് കണ്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവനെ തന്നെ കഴിക്കുന്ന പോലെയാണ് അവന് തോന്നിയത്. അത്രയ്ക്ക് പട്ടിണിയാണ്, പരിവട്ടമാണ് നമ്മുടെ സീകൾ. അവന് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന് കഴിയാത്തതുകൊണ്ടല്ല, അവന് പറക്കാൻ ഭയമായിരുന്നു. ഓക്കെ. നമ്മളിന്ന് ഇപ്പം എടുക്കാൻ പോകുന്നത് 11ാമത്തെ പേജാണ്. 11ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കാണാം. ഞാൻ നോക്കി വായിക്കും, നിങ്ങളതിലേക്ക് ശ്രദ്ധിക്കുക. 11ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫ്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. Trotted back and forth from one end of the ledge to other. അവൻ പതിയെ ചാടിയൊക്കെ നടക്കാൻ തുടങ്ങി. ആ ലെഡ്ജ്, അവൻ നിൽക്കുന്ന ആ ഒരു പാറക്കെട്ടിൻ്റെ അതിൻ്റെ മുകളിലൂടെ അവൻ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ ചാടിയും തുള്ളിയുമൊക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. ഓരോ സ്റ്റെപ്പും മൃദുലമായിട്ട് വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അവൻ്റെ ചിന്ത മുഴുവൻ എങ്ങനെയെങ്കിലും തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ ഒരു മാർഗമുണ്ടോ? പറക്കുന്ന ഒരു മെത്തേഡ് ഒഴികെ പറക്കാൻ അവന് കഴിയില്ല. പറക്കാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? തൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നാണ് അവൻ നോക്കുന്നത്. അവന് പറക്കാൻ കഴിയില്ല. ഇവിടെ മീൻസ് പറഞ്ഞാൽ വഴി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മാർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരെ കാണാൻ കഴിയുന്നുണ്ട്, അവൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ദൂരെ കാണാൻ കഴിയുന്നുണ്ട്. ആ കടൽക്കാക്കയ്ക്ക് അങ്ങോട്ട് പോകണം, എന്നാൽ അവൻ പറക്കാനും തയ്യാറല്ല. ഓക്കെ. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ ഷിയർ ഫാൾ ഓഫ് precipice with the sea beneath. ഈ ലെഡ്ജിൻ്റെ
ഒരു കടലിൻ്റെ നടുക്കാണ്, കടലിൻ്റെ സൈഡിലൊരു പാറയാണ്. അതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പ്രസിപ്പസ് എന്ന് പറഞ്ഞാൽ കിഴക്കാൻ തൂക്കായിട്ട് നിൽക്കുന്ന കുത്തനെയുള്ള താഴ്ചകളാണ്, വലിയ ഗർത്തങ്ങളാണ്. താഴെയുള്ളത് വലിയ കടലും. അപ്പോൾ നമുക്കറിയാമല്ലേ, കടലുള്ളൊരു പാറക്കെട്ടിലിൻ്റെ മുകളിലും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കുത്തനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുക? വലിയ കടൽ. ആ കടലിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നേരെ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ആഴമുണ്ട്. കിഴക്കാൻ തൂക്കായ പാറകൾ ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. നേരെ നോക്കുമ്പോൾ താഴെ വലിയ കടലാണ്. നടക്കാൻ സാധിക്കുമോ? ഇല്ല. പറക്കുക തന്നെ വേണം അല്ലേ? അതാണ് അവൻ്റെ കൺഫ്യൂഷൻ. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈറ്റ് ക്രാക്ക്. അവനും അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ മാതാപിതാക്കൾ നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു പാറയുടെ മുകളിലാണ്. അവനും അവൻ്റെ മാതാപിതാക്കൾക്കും ഇടയിൽ വലിയൊരു ക്രാക്ക്, വലിയൊരു വിടവുണ്ട്. ഏതാണ് ആ വിടവ്? ആ കടലില്ലേ, വലിയൊരു കടലുണ്ട്. ആ കടൽ താണ്ടി വേണം അപ്പുറം പോകാൻ. നടക്കാൻ കഴിയില്ല, പറന്നേ പോകാൻ കഴിയൂ അല്ലേ? അപ്പോൾ ആ വലിയൊരു വിടവുണ്ട്. ആ വിടവാണ് അവനെ അലട്ടുന്നത്. കാരണം അവരുടെ അടുത്തെത്തിയാൽ മാത്രമേ അവൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടൂ. അവരാണ് ഇവനെ ഒന്ന് കൂട്ടാനോ അല്ലെങ്കിൽ ഇവന് ഇങ്ങോട്ട് ഭക്ഷണം കൊടുക്കാനോ തയ്യാറില്ല. കാരണം ഇവനെ പലതവണ പറക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അവൻ്റെ മാതാപിതാക്കൾ. പക്ഷെ അവൻ തയ്യാറില്ല. പേടി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? നോക്കാം. Surely he could reach them without flying if he could only move northwards along the cliff face. ആ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്താം. വടക്ക് ഭാഗത്താണ് അവർ നിൽക്കുന്നത്. നോർത്ത് വേർഡ്സ്, അവനങ്ങനെ നോർത്ത് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തേക്ക് അവരിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുകയാണ്, അങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റുമോ? ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? നടന്നാലൊക്കെ എത്തും, ഇങ്ങനെ നേരെ നേരെ നടന്നെത്തും. പക്ഷേ എങ്ങനെ നടക്കും? എന്തിൻ്റെ മുകളിലൂടെ അവൻ നടക്കും? എങ്ങനെ അവൻ നടക്കും എന്നുള്ളതാണ് പ്രശ്നം. കാരണം വലിയ കടലിലെ മുമ്പിലുള്ളത്, അതിലൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല. പണ്ട് യേശുക്രിസ്തു നടന്നിട്ടുണ്ടല്ലേ, അതുപോലെ നമുക്കിവിടെ കടൽക്കരയ്ക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. There was no ledge and he was a fly and above him he could see nothing. ലെഡ്ജ്, അവൻ നിൽക്കുന്ന പാറക്കെട്ട് ഒരു ഘട്ടത്തിൽ അവസാനിക്കും, പിന്നെ കടലാണ്. അവന് പറക്കാൻ ഇട്ട് കഴിയുന്നുമില്ല. ആൻഡ് above him he could see nothing. അവന് മുന്നിലോ മുകളിലായിട്ട് ഒന്നുമില്ല, കടൽ മാത്രം. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. പിന്നെ ആ ഒരു ലെഡ്ജ്, അതായത് ആ വലിയ നമുക്കറിയാം അവൻ നിൽക്കുന്ന പാറക്കെട്ടിന് താഴോട്ടുള്ള ആ ഒരു കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന പ്രസിപ്പൈസ്, ഇങ്ങനെ കിഴക്കാൻ തൂക്കുന്ന പാറക്കെട്ടുകൾ വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് അത് കടന്നുകൊണ്ട് ചാടിക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നോർമലി ഒരു ബേർഡിന് വലിയ പ്രശ്നമല്ല അല്ലേ, അതിന് പറക്കാൻ കഴിയും. പക്ഷെ ഇവന് പറക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. തൊട്ട് മുമ്പിലുള്ളത് പാറ ചെന്ന് ഇങ്ങനെ കിഴക്കാൻ തൂക്കായി ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. അപ്പം ആ താഴെയുള്ള കടലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവന് ഭയങ്കര ഭയമാണ് അങ്ങോട്ട് ചെല്ലാനും അതിലേക്ക് ഇറങ്ങാനും പറക്കാനും ഒക്കെ. ഓക്കെ, അപ്പോൾ അവൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യും ഞാൻ? എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് എത്തണം. പക്ഷേ അവൻ്റെ മുമ്പിലുള്ളത് വലിയ കടലാണ്, അതുകൊണ്ട് പറക്കാനും കഴിയില്ല. ഹി സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്. ബ്രിക്കല്ല, ബ്രിങ്ക് ആണ്, സോറി. ഹി സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ് ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദി അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ് ഹി ക്ലോസ്ഡ് വൺ ഐ then the other and pretend to be falling asleep. He stepped slowly out to the brink of the ledge. അവൻ ഇങ്ങനെ നടന്ന് എവിടെ എത്തി? ആ പാറക്കെട്ടിൻ്റെ ആ ലെഡ്ജിൻ്റെ അറ്റത്തെത്തി. അപ്പോൾ കുറച്ച് അകലെയായിട്ടുള്ള അടുത്ത പാറക്കെട്ടിൽ അവൻ്റെ ഫാദറും മദറും ഒക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണുകയൊക്കെ ചെയ്യാം. ഓക്കെ, അവനിങ്ങനെ നടന്ന് അവിടെ എത്തിയ ശേഷം അവൻ എന്ത് ചെയ്തു? He closed one leg, standing on one leg with the other leg hidden under his wing. ഒരു കാലിൻ്റെ എന്ത് ചെയ്തു? one leg with the other hidden under his wing. He closed one eye then the other and pretend to be falling asleep. ഒരു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാല് അവൻ്റെ ചിറകുകൾക്കുള്ളിലേക്ക് ഒതുക്കിക്കൊണ്ട് ആദ്യം ഒരു കണ്ണടച്ചു, തല താഴ്ത്തി രണ്ടാമതൊരു കണ്ണ് അടച്ചുകൊണ്ട് ഉറങ്ങുന്ന പോലെ പ്രെറ്റൻഡ് ചെയ്തു, അഭിനയിച്ചു. അവൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. അവൻ ഉറങ്ങിയില്ല, ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. അവനൊരു കാലൊക്കെ എടുത്ത് നോർമൽ ബേർഡ്സൊക്കെ ഉറങ്ങുന്ന പോലെ ഒരു കാല് അവിടെ വെച്ചു, മറ്റേ കാല് ഈ വിങ്സിൻ്റെ ഒക്കെ ഇടയിലേക്ക് ആക്കി തല താഴ്ത്തി ഉറങ്ങുന്ന പോലെ അവൻ അഭിനയിച്ചു. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. ഇതൊക്കെ ശരിക്കും അവൻ്റെ മാതാപിതാക്കളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും അവരവനെ മൈൻഡ് ചെയ്തില്ല.
He saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. അവൻ നോക്കുമ്പോൾ അവൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ പ്ലാച്ചു നേരെ ഓപ്പോസിറ്റുള്ള ഒരു സമതല പീഠഭൂമി എന്നൊക്കെ പറയാം. എന്താ പറയുക, ഒരു പാറക്കെട്ട് തന്നെയാണ് ശരിക്കും. അതിൻ്റെ മുകളിൽ ഡോസിങ് മയങ്ങുകയാണ്, തല താഴ്ത്തി വെച്ചുകൊണ്ട്. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അപ്പുറത്തെ പാറയുടെ മുകളിൽ ഇങ്ങനെ മയങ്ങുകയാണ്. വിത്ത് ദെയർ ഹെഡ് സങ് ഇൻ ടു ദെയർ നെക്സ്, തല ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് മയങ്ങുകയാണ്, താഴ്ത്തി വെച്ചുകൊണ്ട്. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ബ്രദേഴ്സ് ഓൺ ഹിസ് റൈറ്റ് ബാക്ക്. അവൻ്റെ ഫാദർ, അവൻ്റെ അച്ഛനായ കാക്ക എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഈ ചിറകുകൾ ഇങ്ങനെ വൃത്തിയായി നമ്മൾ കാണാറുണ്ടല്ലേ, ഈ പക്ഷികൾ ചിറക് തുറന്നു വെച്ചു, ചിറകടിച്ചു, ചിറക് തുറന്നു വെച്ചൊക്കെ അതിനെ ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ അണുക്കളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അവൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നു, പ്രീനിങ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിറകുകളൊന്ന് ഒതുക്കി വെച്ച് ക്ലീൻ ആക്കുകയാണ്. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ മാത്രമാണ് അവനെ ശ്രദ്ധിക്കുന്നത്, മറ്റാരും അവനെ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ അമ്മ മാത്രമേ അവനെ ശ്രദ്ധിക്കുന്നുള്ളൂ. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അവൻ്റെ അമ്മ ആ അപ്പുറത്തുള്ള പ്ലാച്ചു, ആ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു ചെറിയ പീഠഭൂമി, ഒരു സമതലം എന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ മുകളിൽ സമതല പീഠഭൂമി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഹമ്പ്, ഒരല്പം ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. Now and again she tore at a piece of fish that lay at her feet. അതിൻ്റെ കാലുകൾക്കിടയിൽ ഒരു മത്സ്യമുണ്ട്, ഒരു ഫിഷ് ഉണ്ട്, ഇര പിടിച്ച ഒരു ഫിഷ് അതിൻ്റെ കാലുകൾക്കിടയിലുണ്ട്. അപ്പം അതിനെ കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അമ്മയ്ക്ക്, അതിൻ്റെ കാലിൻ്റെ ഇടയിൽ ആ ഫിഷിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദെൻ സ്ക്രേപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദി റോക്ക്. എന്നിട്ട് ഈ കടൽക്കാക്ക എന്ത് ചെയ്തു, അതിൻ്റെ ബീക്ക്, അതിൻ്റെ ആ കൊക്ക് പാറയിട്ട് സ്ക്രേപ്പ് ചെയ്യാണ്, ഒന്ന് ഉരസിയിട്ട് ആ കൊക്കൊന്ന് ശരിയാക്കുകയാണ്. ഇതിനെ, ഈ മീനിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ കൊക്കൊന്ന് സ്ക്രേപ്പ് ചെയ്യാണ് പാറക്കെട്ടിൻ്റെ മുകളിലിട്ടിട്ട്. ദ സൈറ്റ് ഓഫ് ദി ഫുഡ് മാഡൻഡ് ഹിം. ആ മത്സ്യത്തെ കണ്ടപ്പോൾ, അതിൻ്റെ ഫുഡാണല്ലേ, വിശന്ന് വലഞ്ഞ് നിൽക്കുകയാണ് ആര്, നമ്മുടെ കടൽക്കാക്ക, നമ്മുടെ നായകനായ കടൽക്കാക്ക. അമ്മയുടെ കയ്യിൽ ആ ഫിഷിനെ കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു, അത്രയ്ക്കും വിശന്ന് നിൽക്കുക, എങ്ങനെയെങ്കിലും അവൻ അതിനെ കിട്ടണം. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. അപ്പോൾ അമ്മ ഈ മീനിനെ ടോറ് എങ്ങനെ കടിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ മീനിനെ കടിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി കഴിക്കാനും അതിനു വേണ്ടി ഈ അവൻ്റെ കൊക്ക് ഇങ്ങനെ എന്താ പറയുക, കൊക്കൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി ഒന്ന് ഉരുമ്മി, കൊക്കൊക്കെ ഒന്ന് ഉരുമ്മി റെഡിയാവുന്നതുമൊക്കെ എത്രയോ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു അവന് ഭക്ഷണം കിട്ടുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവനൊന്നും കഴിക്കാനില്ല. അവൻ്റെ മുമ്പിൽ വെച്ച് മറ്റൊരാൾ, അവൻ്റെ അമ്മ അത് ചെയ്യുമ്പോൾ അവന് വല്ലാത്ത ഒരു ഇത് തോന്നി, എന്താ പറയുക, എനിക്കങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ എന്നവന് വല്ലാത്ത തോന്നി. അവന് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അമ്മ ചെയ്യുന്നത്. എന്താ അത്, മീനിനെ കഴിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഇവൻ ഇക്കരെ ഒന്നും ചെയ്യാൻ കഴിയാതെ അത് നോക്കി നിൽക്കുകയാണ്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. വളരെ ചെറിയ ശബ്ദത്തിൽ അവനൊന്ന് ചിലച്ചു. ഹിസ് മദർ കാക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവൻ്റെ അമ്മയും ഒന്ന് ചിലച്ച് അവനെ ഒന്ന് നോക്കി. ഓക്കെ, ഗാ 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 ഹി ക്രൈഡ്. അവൻ ഉറക്ക കരഞ്ഞു. സീകൾ അമ്മയെ നോക്കി ഉറക്ക കരഞ്ഞു. ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ശരിക്കും ആ കരച്ചിൽ ഒരു യാചിക്കലായിരുന്നു. അവൻ്റെ അമ്മയോട് യാചിക്കുകയാണ്, എനിക്കൊരല്പം ഫുഡ് കൊണ്ടുതരൂ എന്നവൻ അവൻ്റെ അമ്മയോട് യാചിക്കുന്ന രീതിയിൽ അവനിങ്ങനെ ചിലച്ചു. ഗേൾ ഓ, അതൊക്കെ അതിൻ്റെ ശബ്ദമാണ് പറയുന്നത്. ഷീ സ്ക്രീൻ ബാക്ക് മോക്കിംഗ്ലി. അവനെ കളിയാക്കുന്ന രീതിയിൽ, മോക്കി എന്നാണ് കളിയാക്കുന്ന രീതിയിൽ അത് തിരിച്ചും ഒന്ന് കരഞ്ഞു. ആദ്യം ആരമ്മ, കാരണം അവനെ കളിയാക്കുന്നത് മറ്റൊന്നുണ്ടല്ലോ, ഇവനെ അവർ പലവട്ടം വിളിക്കുന്നുണ്ട് പറക്കാൻ, ഇവൻ തയ്യാറല്ല. അപ്പോൾ ഒരു കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവനെ മനഃപൂർവ്വം തന്നെ അവനെ എന്ത് ചെയ്യാണ്, പറക്കാൻ ഉള്ള തയ്യാറെടുപ്പിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് അമ്മ കളിയാക്കുന്നത് അവനെ. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. പക്ഷേ ആ കളിയാക്കലുകളൊന്നും മൈൻഡ് വെക്കാതെ ധൈര്യമായിട്ട് അവൻ അമ്മയോട് വിളിച്ചുകൊണ്ടേയിരുന്നു, ചിലച്ചുകൊണ്ടേയിരുന്നു, എനിക്കിത്തിരി ഭക്ഷണം തായോ എന്നുള്ള രീതിയിൽ. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. ഏതായാലും കുറച്ച് കഴിയപ്പോഴേക്കും അമ്മയുടെ ഭാഗത്ത് നിന്ന് റിയാക്ഷൻ വന്നതുകൊണ്ടാവും. ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. സന്തോഷത്തോട് കൂടിയിട്ട് ഈ സ്ത്രീകൾ കരഞ്ഞു. എന്തായിരുന്നു കാരണം? ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ്റെ അമ്മ ഏതായാലും ആ വിളി കേട്ടു. അവർ കളിയാക്കിയാലും അമ്മയല്ലേ, ആ വിളി കേട്ടു. അമ്മ എന്ത് ചെയ്തു? ഒരു കഷ്ണം മീനുമായിട്ട് അവന് നേരെ പറക്കുകയാണ്.
He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അവൻ ആ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് കയറി മുന്നോട്ട് ചെരിഞ്ഞു നിന്നു. എത്ര പെട്ടെന്ന് അമ്മ എടുത്തെത്തുന്നു അത്രയും അരികിലേക്ക് അമ്മയുടെക്ക് എത്താൻ വേണ്ടി അമ്മ പറന്നിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവനും കുറച്ച് മുന്നോട്ട് ചെരിഞ്ഞ് ആഞ്ഞിങ്ങനെ മുന്നോട്ട് നിന്നു. കാരണം അമ്മ എടുത്തെത്തുമ്പോൾ തന്നെ അവൻ ആ മത്സ്യത്തെ കിട്ടണം. അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവനിങ്ങനെ റെഡി ആയിട്ട് നിന്നു. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. പക്ഷേ എന്ത് സംഭവിച്ചു? അവൻ കരുതുന്നത് അമ്മ ഇങ്ങനെ പറന്ന് വന്ന് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അമ്മ പറന്ന് വന്നു അവൻ്റെ തൊട്ടടുത്ത് എത്തിയ സമയം. തൊട്ടടുത്ത് മീൻസ് അവന് റീച്ച് ചെയ്യാവുന്നൊരു ഏരിയയിലാണ്. നമുക്കറിയാം അവൻ പാറക്കെട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്നു, അമ്മ വായുവിലാണ്. അമ്മ പറക്കൽ നിർത്തി. അമ്മയുടെ വിങ്സ് മോഷൻലെസ് ആയി, അമ്മയുടെ വിങ്സ് അനങ്ങാതെയായി. കാലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്മ എന്ത് ചെയ്തു? കാലുകൾ അനക്കാതെ ലിംബായിട്ട് എന്താ പറയുക നിന്നു. ഇപ്പോൾ അവൻ്റെ കുറച്ച് അകലെയായിട്ട് അവന് എത്താവുന്നൊരു അകലത്തിൽ അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടുന്ന് മുന്നോട്ട് അമ്മ പറന്നു വരുന്നില്ല, ചിറകുകൾ അനക്കാതെ നിൽക്കുകയാണ്. ഇപ്പോൾ അവന് തൊട്ടരികിലായിട്ട് അമ്മയുടെ ആ ബീക്കിൽ, അതായത് അമ്മയുടെ കൊക്കിൽ ആ മത്സ്യത്തെ അവന് കാണാം. അമ്മ കൊക്കിൽ മത്സ്യത്തെ വെച്ചിട്ടാണ് പറന്നു വരുന്നത്. അവൻ്റെ ഭക്ഷണമായിട്ടുള്ള ആ മത്സ്യത്തെ അവന് കാണാം. എന്നാൽ അവന് ആ മത്സ്യത്തിനടുത്തേക്ക് എത്തണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മുന്നോട്ട് പറന്നേ പറ്റൂ. അപ്പോൾ അമ്മ അക്കരെ നിന്നും ഇവിടം വരെ വന്നു. അവൻ പ്രതീക്ഷിത അവൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. അവൻ ഇത് ചെയ്തില്ല. കുറൽപ്പം അകലെയായിട്ട് അമ്മ ഈ മത്സ്യവും കൊണ്ട് നിന്നു. അവൻ എത്തുന്ന ദൂരത്തിലാണ്, എന്നാൽ അവന് കൈ എത്തുകയില്ല. അപ്പോൾ കുറച്ച് മുന്നോട്ട് അവൻ പറക്കണം. ആ അകലത്തിൽ അമ്മ നിന്നു. എന്തിനായിരിക്കും അമ്മ അങ്ങനെ നിന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ ഉദ്ദേശം എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് തിരക്കൊന്നുമില്ല, നമ്മൾ കുറച്ച് പാരഗ്രാഫ്സ് ആയിട്ടാണ് പോകുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് എടുത്തതിൻ്റെ ഒരു വൈൻഡപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ, അവൻ കുറച്ച് അകലെയായിട്ടുള്ള അവൻ്റെ അമ്മയെ നോക്കി നിൽക്കുകയാണ്. അമ്മയല്ല, എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. അവന് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, അവരുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ട്, അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തണമെന്നുണ്ട്. എന്നാൽ പറക്കാൻ അവന് ഭയമാണ്, പേടിയാണ്. അപ്പോൾ അവനങ്ങനെ പല വഴിയും അവൻ നോക്കുന്നുണ്ട് പറക്കാതെ അവിടെ എത്താൻ. പക്ഷെ ഒരു രക്ഷയില്ല, കാരണം മുന്നിൽ കടലാണ്. അവൻ നിൽക്കുന്ന പാറക്കെട്ട് കഴിഞ്ഞാൽ കടലാണ്, അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അവൻ പല അടവും എടുത്ത് നോക്കി, അവൻ ഉറങ്ങുന്ന പോലെ കാണിച്ചു, മൈൻഡ് ചെയ്തില്ല. അവൻ്റെ ബ്രദറും സിസ്റ്ററും ഉറങ്ങാണ്. അച്ഛനാണെങ്കിൽ വേറെ ചിറകൊക്കെ ക്ലീൻ ചെയ്യുന്ന പണിയിൽ. അമ്മ മാത്രമാണ് നോക്കുന്നത്. അവൻ കുറേ അമ്മയെ നോക്കി കരഞ്ഞു. ആദ്യം അമ്മ കളിയാക്കി. ഏതായാലും അവൻ്റെ കരച്ചിലിനൊടുവിൽ അമ്മ അവന് നേരെ പറന്നു. പക്ഷെ അവൻ പ്രതീക്ഷ പോലെ അമ്മ തൊട്ടടുത്തേക്ക് വന്നില്ല. അമ്മ ഒരല്പം അകലെ വയലിൽ അങ്ങനെ നിന്നു. അവൻ എന്ത് ചെയ്യണം എന്ന ചിന്തയിൽ നിൽക്കുന്നിടത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആദ്യത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് ഉടൻ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ആ പാർട്ടിലുണ്ടാകുക ഇപ്പോൾ എടുത്തതിൻ്റെ ബാക്കി ഭാഗവും അതോടൊപ്പം ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനും പ്ലസ് ഒരു PDF നോട്ടുമായിരിക്കും അടുത്ത എപ്പിസോഡിലുണ്ടാവുക. ആ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ ആ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കാണുന്ന സമയത്തേക്ക് ആ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.